എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു യൂട്യൂബറിനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്ക് തംബ്നെയിലിൽ കണ്ടു കാണും, തസ്നിയ എമീർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന തസ്നിയെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ കുറേ നാൾക്ക് മുമ്പ് തസ്നിയയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ തസ്നിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ തസ്നിയയുടെ ആ ഒരു ജീവിതത്തിൽ നടന്ന അനുഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈയിടെ തസ്നിയയുടെ അമ്മയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അമ്മയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ തസ്നിയയുടെ ഒരു വീഡിയോ കണ്ടു. അപ്പം എനിക്ക് തസ്നിയോട് ഒരു മറുപടി പറയണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ ഒരു ഉപദേശം തസ്നിയോട് പറയണം എന്ന് തോന്നിയിട്ട് എനിക്കൊരു കമൻറ്റ് ഇടണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറേ കാര്യങ്ങൾ പറയാനുള്ളപ്പം കമൻറ്റ് നമുക്ക് എത്ര നേരം ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നേരിട്ട് അങ്ങ് ഒരു വീഡിയോയിൽ അങ്ങ് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറേ നാൾക്ക് മുമ്പ് തസ്നിയുടെ ആദ്യത്തെ വീഡിയോ വന്ന സമയത്തെ തസ്നിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ തസ്നി ഒരു സംസാരിക്കണം, ഒരു റിയാക്ഷൻ ചെയ്യണം എന്ന് എനിക്ക് അന്നുണ്ടായിരുന്നെങ്കിലും അന്ന് എനിക്കത് സാധിച്ചില്ല. അപ്പം ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് തസ്നിയ കല്യാണമൊക്കെ കഴിച്ചതാണ്, മക്കളുണ്ട്, കല്യാണം കഴിച്ച് ഇപ്പോൾ ഡിവോഴ്സായിട്ട് നിൽക്കുകയാണ്. അപ്പം ഹസ്ബൻഡ് ഇപ്പോൾ തസ്നിയെ വേണം എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വരികയും അത് ചെറിയൊരു പ്രശ്നമൊക്കെ ആവുകയൊക്കെ ചെയ്തിട്ട് ആ ഒരു വീഡിയോ അമ്മ ഇട്ട സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം തസ്നിയ ഇന്ന് ഇട്ട വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോലും എടുക്കാനായിട്ട് കാരണം. പഴയ വീഡിയോ കണ്ട ഒരാളെന്നുള്ള നിലയിൽ പെട്ടെന്ന് മനസ്സിലൂടെ കടന്നു വന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് തസ്നിയ ഇങ്ങനെ കല്യാണം കഴിക്കുന്നു, ആദ്യത്തെ കുഞ്ഞുണ്ടാവുന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗർഭിണിയായിരുന്ന ആ ഒരു സമയത്തൊക്കെ തസ്നിയയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ. അതായത് ഭർത്താവ് അമിത മദ്യപാനിയും അതേപോലെ ലഹരിക്ക് അടിമയായിരുന്നു. തസ്നിയ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ലഹരി ഉപയോഗിക്കുമായിരുന്നു എന്ന്. അതേപോലെ തന്നെ സ്ത്രീ അത് ഒരു താൻ കൂടെയുള്ളപ്പം തന്നെ മറ്റ് സ്ത്രീയുടെ കൂടെ പോവുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു സ്ത്രീക്ക് അംഗീകരിച്ച് തരാൻ പറ്റിയൊരു കാര്യമല്ല. എന്നിട്ട് പോലും തസ്നിയ അത് ക്ഷമിച്ച് ഒരുമിച്ച് മുൻപോട്ട് പോകാന്നുള്ള രീതിയിൽ ആ ഹസ്ബൻഡിൻ്റെ ആ ഫാമിലിയുടെ കാലിൽ പിടിക്കുന്ന രീതിയിൽ ചെന്ന് പറഞ്ഞിട്ട് അതുപോലും അംഗീകരിച്ച് തരാതെ ആ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. പിന്നീട് തസ്നിയ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. ആ ഒരു സമയത്ത് പോലും അതേപോലെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ശാരീരിക ഉപദ്രവങ്ങളൊക്കെ തസ്നിയയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ ഡെലിവറി കഴിഞ്ഞ ശേഷമാണെങ്കിലും നമ്മൾ ഡെലിവറി ചെയ്ത സമയത്തും ഡെലിവറി കഴിഞ്ഞുള്ള സമയത്തും നമുക്കൊരു താങ്ങും തണലുമായിട്ട് നമ്മുടെ കൂടെ ഹസ്ബൻഡ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ആ ഒരു സമയത്ത് നമുക്കൊരു കെയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഹസ്ബൻഡ് വെറും ലോകത്തിൽ ഏറ്റവും മോശം ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെലിവറി സമയത്ത് പോലും നമ്മുടെ കൂടെ നിൽക്കാത്തൊരു ഹസ്ബൻഡാണ്. അതേപോലെ പിന്നീട് കുഞ്ഞുങ്ങളെ കാണാൻ വരുമോ, കുഞ്ഞുങ്ങൾക്കൊന്ന് മേടിച്ചു കൊടുക്കുമോ, ഒന്നും ചെയ്യാതെ കുഞ്ഞുങ്ങളോടോ നിന്നോടോ ഒരു തുള്ളി പോലും സ്നേഹമില്ലാത്തൊരു ഹസ്ബൻഡ് ഇപ്പം നിൻ്റെ ഉയർച്ച, അതായത് ഇപ്പോൾ യൂട്യൂബിലാണല്ലോ ഉയർന്നു വരുന്നു, അതേപോലെ ബിസിനസ്സൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ കണ്ട് ഈ ഒരു ഉയർച്ച കണ്ട് ഇനിയിപ്പം ഞാൻ യൂട്യൂബിലാണെങ്കിലും അനുഭവങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ട് എനിക്കിനി വേറെ പെണ്ണ് കിട്ടത്തില്ല, അല്ലെങ്കിൽ നിൻ്റെ ആ ഒരു വളർച്ചയൊക്കെ കണ്ടുകൊണ്ടാണ് വീണ്ടും ആ ഒരു ഹസ്ബൻഡ് നിൻ്റെ അടുത്തോട് തിരിച്ചു വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇനിയും നിനക്ക് ക്ഷമിച്ച ഹസ്ബൻഡിൻ്റെ കൂടെ പോകാൻ ഒരു മനസ്സ് നിനക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും പോവുക, ഒരു കുഞ്ഞുമായിട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടുകാർക്കൊരു വീണ്ടും അവർക്കൊരു വേദന ഉണ്ടാക്കാൻ മാത്രമേ ഇതിലൂടെ കഴിയത്തുള്ളൂ. കാരണം ലഹരിക്ക് അടിമയായ ഭർത്താവ് ആണ്. ഇപ്പം ലഹരി കഴിക്കുന്നത് മുഖാന്തരം ആണെങ്കിൽ പോലും മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധം വെക്കുന്ന ഒരു ഹസ്ബൻഡാണ്. അത് നമുക്ക് ആ ഒരു കാര്യത്തിൽ നമുക്ക് ക്ഷമിച്ചിട്ട് വീണ്ടും മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇനി നോക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ ഭാവിയാണ്. ഇപ്പം നമ്മൾ എൻ്റെ ഹസ്ബൻഡിനെ കണ്ട ഉടനെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. എന്ത് വന്നാലും എൻ്റെ ഹസ്ബൻഡല്ലേ, എനിക്ക് ഹസ്ബൻഡിനോടൊരു പഴയ ഒരു സ്നേഹമൊക്കെ മനസ്സിലുണ്ടായിരുന്നത് ഓർമ്മ വന്നതുകൊണ്ട് നിങ്ങൾ എനിക്ക് എൻ്റെ സ്ത്രീധനം അല്ലെങ്കിൽ ഞാൻ തന്നിട്ടുള്ള എൻ്റെ സ്വർണ്ണങ്ങൾ സ്ത്രീധനം അല്ലെങ്കിൽ എനിക്ക് തിരിച്ചു തരുവാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്ന് തസ്നി നിസ്സാരമായിട്ടൊന്ന് കണ്ട പാടെ പറഞ്ഞല്ലോ എന്ന് ഞാനും ഓർത്തുപോയി. കാരണം ഇത്രയും നാൾ ആ കുഞ്ഞുങ്ങളുടെ വളർച്ച പോലും കാണാതെ, ആ കുഞ്ഞുങ്ങളെ ഒന്ന് കാണാൻ കൂട്ടാക്കാതെ, അല്ലെങ്കിൽ സ്വന്തം ഡെലിവറി സമയത്തൊന്നും വരാതെ ഗർഭിണിയായിരുന്നപ്പം പോലും തസ്നി ഇത്രയും പീഡിപ്പിച്ചിട്ടുള്ള ആ ഒരു ഹസ്ബൻഡിനെ ഒറ്റ നോട്ടം കണ്ടപ്പോഴത്തേനും തസ്നി സ്വന്തം ഫാമിലിയെ മറന്നുപോയോ? ആ ഫാമിലിയാണ് ഇത്രയും നാളും തസ്നിയുടെ കൂടെ നിന്നത്. ഒരു പക്ഷേ ഫാമിലിയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ തസ്നി സത്യം പറഞ്ഞാൽ ആ കുട്ടികളെയും കൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു. അപ്പം തസ്നി ആ ഫാമിലിയെ ഒരിക്കലും വേദനിപ്പിക്കാനായിട്ട് പാടില്ല. ഫാമിലി എന്ത് പറയുന്നു അത് വേണം. ഇപ്പം നമ്മൾ ആൾക്കാരെന്ത് പറയുന്നു എന്നുള്ളതല്ല, കമൻറ്റ് ഇടുന്നവരെന്ത് പറയുന്നു എന്നുള്ളതല്ല, തസ്നിയുടെ ഫാമിലി എന്ത് പറയുന്നു അത് വേണം ഇനി കേൾക്കാനായിട്ട്. അപ്പം
തസ്നി തന്നെ പറയുന്നുണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പാളി പോയിട്ടേ ഉള്ളൂ എന്ന്. അപ്പം ഇനി എന്തെങ്കിലും തീരുമാനം തസ്നി ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് തസ്നി തന്നെയാണ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്, ആ ഒരു ഹസ്ബൻഡിനെ ഇനി വേണ്ടാന്ന്. എന്നിട്ട് ലീഗലി നിങ്ങൾ ഡിവോഴ്സ് ആവുകയും ചെയ്തു. എന്നിട്ട് ഇപ്പം തസ്നിയെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്ത് വേറൊരു പെണ്ണ് കിട്ടാത്തത് കൊണ്ടാണോ, അതോ തൻ്റെ തസ്നിയുടെ എക്സ് ഹസ്ബൻഡ് എങ്ങനെയായിരുന്നു എന്ന് ലോകം മൊത്തം അറിഞ്ഞതുകൊണ്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും റിവെഞ്ച് മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഇപ്പോൾ തിരിച്ചു വന്നതെന്ന് പോലും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ എക്സ് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അവർ സ്ത്രീകളുണ്ട്. അന്ന് തസ്നി ഒരു ഗർഭിണിയായിരുന്ന സമയത്ത് പോലും അവിടെ ചെന്നപ്പോൾ അവർ അത്രയും മോശമായിട്ടാണ് തസ്നിയോട് പെരുമാറിയിട്ടുള്ളത്. അപ്പം ആ ഒരു സ്ത്രീകൾ ഇപ്പോൾ സ്നേഹത്തിൽ നിങ്ങളുടെ അടുത്തോട്ട് വരിക എന്നൊക്കെ പറയുമ്പോഴത്തേനും അത് എന്തോ ഒരു ദുരുദ്ദേശം അവർക്ക് ഉറപ്പായിട്ടും ഉണ്ടെന്നുള്ളതാണ്. എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ വേറൊരു സ്ത്രീയെ തേടി പോവുക, അല്ലെങ്കിൽ ഇതുപോലെ സാധാ മദ്യമല്ല മറ്റു ലഹരികൾ ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പം ആ ഒരു ഹസ്ബൻഡിനെ നമുക്ക് പിന്നീട് ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല. പക്ഷേ പെട്ടെന്ന് തസ്നിക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ എങ്ങനെ മറക്കാൻ പറ്റി എന്ന് ഞാനിപ്പോൾ ഓർത്തു പോവാണ്. കാരണം ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയൊരു ദേഷ്യം എനിക്ക് തസ്നിയോട് തോന്നി. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തസ്നി അനുഭവിച്ചത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് ചിന്തിച്ച് നോക്കുമ്പം അത് ഒരു ഭാര്യ എന്നുള്ള നിലയിൽ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ പെട്ടെന്ന് കുറേ നാളുകൾക്ക് ശേഷം ഹസ്ബൻഡിനെ നേരിട്ട് കാണുമ്പം പഴയ കൂടെ ജീവിച്ച ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ഒരു ചെറിയൊരു സെൻറ്റിമെൻറ്റ്സിൽ തസ്നിക്ക് വീണ്ടും അയാളുടെ ഒപ്പം പോകാം എന്നൊരു മനസ്സ് തോന്നിയത് പോലും എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പം എന്തെങ്കിലും കൂടോത്രം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണോ പെട്ടെന്ന് തസ്നിയുടെ മനസ്സ് ഇങ്ങനെ അങ്ങ് മാറിപ്പോയെന്ന് ഞാൻ ഓർക്കുവാണ്. തസ്നി ഒരു കാര്യം മാത്രം ഓർക്കും, ഇത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ വീട്ടുകാർ, അമ്മയൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അവരെന്ത് പറയുന്നോ അത് വേണം തസ്നി ഇനി കേൾക്കാൻ ആണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മളാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ ഒരു ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പം അതും ട്വിൻസൊക്കെ ആണെങ്കിൽ രാത്രി കാലങ്ങളിലൊക്കെ എന്തോരം കഷ്ടപ്പെടും ആ കുഞ്ഞുങ്ങളെ വെച്ചുകൊണ്ടാവാം അവരെ നോക്കാനും, അല്ലെങ്കിൽ മാറി മാറി ഫീഡ് ചെയ്യാനും, അല്ലെങ്കിൽ നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ, തന്നെ നമ്മുടെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആ ഒരു സമയത്ത് നമ്മുടെ കൂടെ താങ്ങായിട്ട് നിൽക്കേണ്ട ഹസ്ബൻഡ് ആ ഒരു സമയത്ത് മറ്റ് സ്ത്രീകളുടെ കൂടെ അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കി സുഖിച്ച് നടക്കുകയാണ്. എന്നിട്ടും കുട്ടികളുടെ കാര്യം നോക്കുന്നില്ല, കുട്ടികളെ കാണാൻ പോലും കൂട്ടാക്കാത്ത ഒരു ഹസ്ബൻഡ്. ഡെലിവറി കഴിഞ്ഞ ശേഷം കുഞ്ഞുങ്ങളെ പോലും ഒന്ന് കാണാൻ വന്നിട്ടില്ല എന്ന് പറയുമ്പം കുഞ്ഞുങ്ങളോട് പോലും ഒരു സെൻറ്റിമെൻറ്റ്സ് ഇല്ലാത്തൊരു ഹസ്ബൻഡാണ്. അപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തന്നെ വേണം, ഇനി പഴയ കാര്യങ്ങളൊന്നും ആവർത്തിക്കില്ല, ഇതിനു മുമ്പ് ഇതേപോലെ വന്നിട്ടുണ്ടല്ലോ, ഇനി അങ്ങനെ ഒന്നും ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേനും തസ്നെ ഒരിക്കലും അല്ലെങ്കിൽ ഞാൻ വരാം എന്ന ഒരു കാര്യം തസ്നയ്ക്ക് എങ്ങനെ പറയാൻ തോന്നിയെന്ന് അറിയത്തില്ല. എന്നാലും ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ തസ്നിയ പറയുന്നുണ്ടായിരുന്നു, ഞാനൊരു തീരുമാനം എടുത്തിട്ട് നിങ്ങളെ ഉറപ്പായിട്ട് അറിയിക്കാമെന്ന്. ഇപ്പം എൻ്റെ തീരുമാനമല്ല തസ്നിയുടെ തീരുമാനം. ഞാൻ പറയുവാണെങ്കിൽ പറയാം, അങ്ങനെ ഒരു ഹസ്ബൻഡിനെ ഇനി ഒരിക്കലും തസ്നി അക്സെപ്റ്റ് ചെയ്യരുത്. ഇപ്പം എന്തായാലും ഡിവോഴ്സായി വീണ്ടും വിവാഹം കഴിക്കേണ്ടി വരും. അപ്പം അക്സെപ്റ്റ് ചെയ്യരുത്. തസ്നിക്ക് വേറൊരു ജീവിതം വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. പക്ഷേ ഇത്രയും നമ്മളെ ഈ ഒരു രീതിയിലൊക്കെ നമ്മളോട് പെരുമാറിയ ഒരാൾ ഇനി ഒരിക്കലും മാറാനായിട്ട് പോകുന്നില്ല. അപ്പം എൻ്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നല്ല അന്തസ്സായിട്ട് വളർത്തി കാണിച്ച് നല്ല രീതിയിൽ ജീവിച്ച്, അല്ലെങ്കിൽ വേറൊരു കുടുംബം തിരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ ആ രീതിയിലോട്ട് പോയേനെ. ഞാൻ ഓർക്കുവാണ് തസ്നിയുടെ ആദ്യത്തെ ആ വീഡിയോ ഒക്കെ ഞാൻ കാണുമ്പോൾ തസ്നി എന്തോരം കരഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് കരഞ്ഞിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസാണ്. ആ ഒരു സമയത്ത് നമ്മളെപ്പോലും അത് ഇമോഷണലി ടച്ച് ചെയ്യുന്ന കാര്യം. അപ്പോൾ ആ ഒരു സമയത്ത് തസ്നി എന്തോരം ഇമോഷണലായിട്ടാണെങ്കിലും മെൻ്റലി ആണെങ്കിലും എന്തോരം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് തസ്നി മറന്നു പോയി എന്നുള്ളതാണ്. വീട്ടുകാരെ പാടെ മറന്നു. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം ഇത്രയും ദ്രോഹം ചെയ്ത ഹസ്ബൻഡിനെ പെട്ടെന്ന് തസ്നിക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ടല്ലോ എന്ന് തോന്നുവാണ്. അപ്പം തസ്നി ഇനി തീരുമാനം എടുത്തിട്ട് നിങ്ങളെ അറിയിക്കാം എന്നൊരു ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് തസ്നി എന്ത് ചെയ്യണം, തസ്നിയുടെ വീട്ടുകാരെ കൂടെ ആലോചിച്ച് അവരുടെ അഭിപ്രായം കൂടെ എടുത്തതിന് ശേഷം, കുറേ ആലോചിച്ചതിന് ശേഷം മാത്രം തസ്നി ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളോടും എനിക്ക് ചോദിക്കാനുള്ളത്, തസ്നിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണല്ലോ ഒന്ന് കാണുക, പഴയ വീഡിയോസും കാണുക. അപ്പം നിങ്ങളായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്തേനെ? നിങ്ങൾ തസ്നിയയ്ക്ക് എന്താണ് ഒരു മറുപടി, എന്ത് വേണം എന്നാണ് ഒരു ഒപ്പീനിയൻ കൊടുക്കുക. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം ഒന്ന് പറഞ്ഞു. അപ്പം ഇനി തസ്നിയുടെ ഇഷ്ടമാണ്. അപ്പം ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ.